പിന്നെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ട് അത് സമൂഹത്തിൽ ദുഷ്പ്രചാരണം നടത്തുക എന്നൊരു രീതി ചില ആളുകൾക്കുണ്ടാവും. ഹാസിരീങ്ങൾ, അസൂയാലുക്കൾ. അസൂയാലു എന്ന് പറഞ്ഞാൽ അവന് സ്വയം ഉയരാൻ കഴിയില്ല. കാരണം അവന് വേറെയുള്ള ആൾക്കാരെ കുറ്റം കുറവ് നോക്കലേക്കും മതി. അപ്പോൾ സ്വയം ഉയരാൻ കഴിയില്ല. നീ പുറത്തുള്ള ആളെ കുറ്റം കുറവ് നോക്കിയതുകൊണ്ട് അയാൾക്ക് വല്ല പരാജയം സംഭവിക്കുന്നുണ്ടോ? അല്ല, അയാളെ റൂട്ടിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ ചില ആൾ പറയും എല്ലാ ഉദവികൾക്കും ഒരു കൊന്തറമ്പല്ലുണ്ടാവും. ഉദാഹരണം, അത് അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. അവനവൻ്റെ മക്കളുടെ കാര്യത്തിലുണ്ടാവും. പിതാവ് ഉദ്ദേശിക്കണ മാതിരി എല്ലാ കുട്ടികൾ വളരുക. പല ഡിഫക്ട്സും ഉണ്ടാവും. തിരുത്താൻ നോക്കുക. മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു നിന്ന് ഡാർവിൽ നിന്നല്ല, വിവിധ മതസ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തു വന്ന എത്രയോ ആളുകൾക്ക് ഗുരുതരമായ അയോഗ്യതകളുണ്ട്. കാലഘട്ടവും സാഹചര്യമൊക്കെ അങ്ങനെ തിരുത്താൻ നോക്കണം എന്നുള്ളതിന് പരിഹാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹ്മൂദ് ഹുദവി കൂരിയ ദാറുൽ ഹുദയിലെ ഒരു ഹുദവിയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഇന്നലെ റഹ്മത്തുള്ള ഖാസിമിയുടെ ഒരു പ്രഭാഷണത്തിൽ വരികയും അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസാരിച്ച കുഫറും അതുപോലെ കടുത്ത ബിദ്അത്തും ഒക്കെ ചേർന്ന ഒരു പ്രഭാഷണം, ആരും ഞെട്ടിത്തരിച്ചു പോകുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ ഇങ്ങനെ പറയുമോ എന്ന് മുസ്ലിങ്ങൾ അല്ല, മുസ്ലിങ്ങൾ പോലും ഒരു പക്ഷേ ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം അതിനെ സംബന്ധിച്ച് ഖാസിമി പറഞ്ഞു. അത് സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിൽ, യൂട്യൂബിലൊക്കെ എല്ലാവരും ഒരുവിധം ആളുകൾ കേട്ടു. അതിൻ്റെ തുടർച്ച എന്നോണം അബൂ ത്വാഹിർ ഫൈസി മാനന്തവാടി അദ്ദേഹം കുറച്ചുകൂടി ആ വിഷയത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതിലെന്താണ് പറയുന്നത്? അതിൽ ഈ വിഷയം റഹ്മത്തുള്ള ഖാസിമി ചോദിക്കുന്നുണ്ട്, ഇതാരും കേരളത്തിലെ സംഘടന നേതാക്കന്മാരാരും അറിഞ്ഞില്ലേ എന്ന ഖാസിമിയുടെ ചോദ്യത്തിനുള്ള പരോക്ഷമായ ഒരു മറുപടി ആയിട്ടാണ് അബൂ ത്വാഹിർ ഫൈസി അത് വിശദീകരിക്കുന്നത്. ഈ വിഷയം മുമ്പ് തന്നെ സമസ്തയുടെ കീഴ്ഘടകം സമസ്തയെ അറിയിക്കുകയും അങ്ങനെ ദാറുൽ ഹുദയുടെ മേലധികാരികളെ, ഉത്തരവാദിത്തപ്പെട്ട ദാറുൽ ഹുദയുടെ ആളുകളെ വിളിച്ച് ആ വിഷയം ബോധ്യപ്പെടുത്തുകയും അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ്, വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടു എന്നാണ് അബൂ ത്വാഹിർ ഫൈസിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ മഹ്മൂദ് കൂരിയുടെ പിഴച്ച വാദങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഒന്നുകിൽ അദ്ദേഹം അത് പരസ്യമായി തിരുത്തി തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതാണ്. അത് ഉണ്ടാവാത്ത പക്ഷം ഈ മഹ്മൂദ് കൂരിയുമായുള്ള ബന്ധവിച്ഛേദനം നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാറുൽ ഹുദയുടെ ഭാഗത്തു നിന്ന് ഈ സമയം വരെയും വന്നിട്ടില്ല. അപ്പോൾ വേണ്ട നിലപാടുകൾ എടുക്കുമെന്ന് ദാറുൽ ഹുദ അറിയിച്ചു. ആരറിയിച്ചു? സമസ്ത ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി ദാറുൽ ഹുദയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ വിളിച്ചപ്പോൾ വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ഇതിന് ശേഷം സമസ്തയുടെ നേതൃത്വത്തിന് ഒരു ഫോളോ അപ്പ് ചെയ്യാലോ? ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് സമസ്തക്ക് ചോദിക്കാലോ? എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള വളരെ ഗൗരവപരമായ വിഷയമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്, വിശിഷ്യ ഇസ്ലാമിൻ്റെ എന്താ പറയേണ്ടത്, ഹൃദയത്തിന് തന്നെ കത്തിവെക്കുന്ന രീതിയിൽ സമസ്തയുടെ അഭിമാന സ്ഥാപനം എന്ന് പറയുന്ന ചെമ്മാട് ദാറുൽ ഹുദയിലെ ഒരു വളരെ പ്രമുഖനായ ഹുദവി മാലോകർ കേൾക്കെ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വീഡിയോ വന്നിട്ട് അതിന് ഒരു തിരുത്തോ അല്ലെങ്കിൽ അതൊരു ഖേദപ്രകടനമോ തൗബയോ അല്ലെങ്കിൽ ഒന്നും വന്നില്ല എന്ന് മാത്രമല്ല, ആ ഹുദവിയെ തള്ളിക്കൊണ്ടുള്ള ഒരു സംസാരവും വന്നില്ല. ഈ സമയവും വരെയും വന്നില്ല. 2025 മാർച്ച് 10 വരെയും വന്നില്ല. ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഈ 2024 ഈ പറയുന്ന മഹ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഹുദവിക്ക് ഒരു അവാർഡ് കിട്ടിയിരുന്നു. അവാർഡ് വിദേശത്ത് നിന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ കഴിവിനുള്ള അംഗീകാരം എന്നോണം ഒരു അവാർഡ് അവർ പ്രഖ്യാപിച്ചു. അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇവർ പറയുന്നത്. അപ്പോൾ മുസ്ലിങ്ങളെ കഴുത്തിന് കത്തിവെക്കുന്ന സംസാരമാണല്ലോ ഈ ഹുദവി പറയുന്നത്. അപ്പോൾ ഇയാൾക്ക് അവാർഡ് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ സമയത്ത് തന്നെ ഈ പാവപ്പെട്ട നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഈ അല്ലമീൻ സുന്നി വോയിസിലൂടെ ഒരു വീഡിയോ അല്ല, യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണ്, 2 വോയിസ് ഈ മഹ്മൂദ് ഹുദവി കൂരിയയുടെ പിഴച്ച വാദങ്ങൾ
അത് ഞാൻ ഓഡിയോ കേൾപ്പിച്ചുകൊണ്ട് ഈ അല്ലമീൻ സുന്നി വോയിസിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പിലുള്ള ആരോ അത് ഒരു വീഡിയോ ആക്കി മാറ്റി അത് വാട്സപ്പ് തോറും ഷെയർ ചെയ്യുന്നതാണ് കണ്ടത്. പിന്നെ ഞാൻ തന്നെ ഞെട്ടി. കാരണം ഞാൻ വാട്സപ്പിലൂടെ വിട്ടൊരു കാര്യമാണ്, നമ്മൾ കൂടുതലൊന്നും അതിലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ ഏതെങ്കിലും സംഘടനാ തലത്തിലോ സംഘടനാ മേൽവിലാസമുള്ള ആളുമല്ല. പിന്നെ ദുബായിലാന്നേ ഓർക്കുന്നത്, ഏതായാലും UAE-യിലാണ്, ഹാദിയുടെ കീഴിലുള്ള ഒരു പരിപാടിയിൽ സാക്ഷാൽ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ വാട്സപ്പ് വോയിസിൽ പറഞ്ഞ ഏതൊരു കാര്യമുണ്ടോ ആ കാര്യത്തിന് മറുപടി എന്നോണാണ് ഇയാൾ സംസാരിക്കുന്നത്. ഈ മഹ്മൂദ് ഹുദവിയുടെ കൂരിയുടെ വിഷയം സംസാരിച്ചുകൊണ്ട് പറയുമ്പോൾ ഞാനൊന്ന് പറഞ്ഞിരുന്നു, ദാറുൽ ഹുദയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൊന്ത്രംപല്ല് എന്തായാലും ഉണ്ടാകും. കാരണം അവരുടെ ഉത്തരവാദിത്തപ്പെട്ട പലരുടെയും പ്രസംഗങ്ങളും മറ്റ് സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ വിലയിരുത്തുമ്പോൾ ഒരു കൊന്ത്രംപല്ല് ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞതിനെ പരാമർശിച്ചുകൊണ്ട് സാക്ഷാൽ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട് UAE-യിൽ വെച്ച് സംസാരിക്കുന്ന ഒരു പ്രസംഗമാണ് ഇതിൻ്റെ തൊട്ടുമേലെ, ഈ ഗ്രൂപ്പിൻ്റെ തൊട്ടുമേലെ ഞാൻ ഇട്ടത്. ആ പ്രസംഗത്തിൽ എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നു, അസൂയാലുക്കൾ. എന്താണ് അസൂയ? ഈ ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിൻ്റെയോ അല്ലെങ്കിൽ ഇയാളുടെ ശിഷ്യൻ മഹ്മൂദ് കൂരിയാക്ക് കിട്ടിയ അവാർഡിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ റേഷൻ അരിക്ക് തരാത്തതിൻ്റെ അസൂയാണോ? ദീന് പൊളിക്കുന്ന സംസാരിച്ച ഒരു ഹുദവിയെ വിമർശിച്ചതിനാണ് ഇയാൾ പറയുന്നത് അസൂയാലുക്കളുടെ പിന്നെ പ്രചരണം. ഇതിലെന്ത് അസൂയ നമുക്കുള്ളത്? പുരുഷ കേന്ദ്രീകൃത ഇസ്ലാമാണ് പിന്നെ ഇന്ന് നിലവിലുള്ളത് എന്ന് പറയുന്നത് നമുക്കെന്തെങ്കിലും, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പിന്നെ അത് ഇയാൾ പറഞ്ഞതുപോലെ അതിൽ അസൂയ ഉണ്ടാകുന്ന എന്ത് കാര്യം നമുക്കുള്ളത്? അപ്പൊ ദീനീ വിരുദ്ധമായ പച്ച കുഫർ പ്രസംഗിച്ച പല പരാമർശങ്ങളും അടങ്ങിയ ആ പ്രസംഗത്തിൽ അതിനെ വിമർശിച്ചതിനെ ന്യായീകരിക്കാൻ ആര്? ഈ സാക്ഷാൽ ബഹാവുദ്ദീൻ കൂരിയാട് നദ്വി. അയാൾ എന്നിട്ട് പറഞ്ഞെന്താണ്? എന്നിട്ട് ഞാൻ വാട്സപ്പ് വോയിസിൽ പരാമർശിച്ച അതേ പ്രയോഗം തന്നെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. ചിലര് പറയും കൊന്ത്രം പല്ല് ദാറുൽ ഹുദയിലുള്ള ആളുകൾക്ക് കൊന്ത്രം പല്ലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പ് വോയിസിൽ ഞാൻ കോട്ട് ചെയ്ത വാചകം അടക്കം ഈ കൂരിയാട് എടുത്ത് ആ ദുബായ് പ്രസംഗത്തിൽ അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അതിപ്പോ കൊന്ത്രം പല്ല് ആർക്കും വരും, കൊന്ത്രം പല്ല് ആർക്കും വരും, അതായത് സ്വന്തം മക്കൾക്കും വരും. അപ്പോ ഇത്തരം പോരായ്മകൾ വന്നാൽ നമ്മൾ തിരുത്തണം. എന്നിട്ട് മൂപ്പര് വളരെ ലാഘവത്തോടെയാണ് പറയുന്നത്, നമ്മൾ തിരുത്തിക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ കാലഘട്ടത്തിൽ ഈ രൂപത്തിലൊക്കെയാണ് അതുകൊണ്ട് ഇങ്ങനെ പോരായ്മകളൊക്കെ ഉണ്ടാവും ചിലപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അങ്ങോട്ട് പോവാണ്. എന്നിട്ട് പോരായ്മകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പോകുമ്പോഴും ദാറുൽ ഹുദയിലുള്ള ഏതെങ്കിലും ഹുദവിക്ക് പോരായ്മ ഉണ്ട് എന്ന് ആരും ധരിക്കാതിരിക്കാൻ വേണ്ടി ഇയാൾ പ്രത്യേകം അവിടെ ഒരു കൈക്രിയ ചെയ്യുന്നുണ്ട്. ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥി എന്നല്ല, മറ്റു പല സ്ഥാപനങ്ങളിലെയും പല ആളുകൾക്കും പല പോരായ്മകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പോവാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മഹ്മൂദ് കൂരിയക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഈ പറയുന്ന സാക്ഷാൽ ബഹാവുദ്ദീൻ കൂരിയാട് അതിനെ അനുമോദിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഫേസ്ബുക്കിലിട്ടു. അത് കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ വാട്സപ്പ് വോയിസ് അതുപോലും അയാൾ കേട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ട് കേട്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു കുലുക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ ശിഷ്യൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തുമെന്ന് പറയുക ഒന്നുമല്ല. അദ്ദേഹം പൊതുവായി മനുഷ്യന്മാരുടെ ഈ കാലഘട്ടത്തിൽ പല പോരായ്മകളും ഉണ്ടാകും, ഖുർആന്റെ നിയമമൊന്നും മദ്ഹബിന്റെ ഇമാമിങ്ങളുടെ പുരുഷ കേന്ദ്രീകൃത ഇസ്ലാം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച സ്വന്തം ശിഷ്യനായ ഒരു മഹ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഒരുത്തനെ ന്യായീകരിച്ചുകൊണ്ട് ഈ കൂരിയാട് ബഹാവുദ്ദീൻ നദ്വി സംസാരിക്കുകയാണ്. അപ്പൊ ഇവർക്കൊക്കെ ദീനിനോട് എന്ത് കടപ്പാടുള്ള, എന്ത് താല്പര്യമുള്ളത്? അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അബൂ താഹിർ ഫൈസി പറഞ്ഞ കാര്യം. അപ്പൊ ഇയാൾക്ക് മുമ്പ് തന്നെ ഈ വിഷയം അറിയാം. ഈ മഹ്മൂദ് കൂരിയയുടെ ഈ വികലവാദങ്ങൾ ഇയാൾക്ക് മുമ്പ് തന്നെ അറിയാം. സമസ്ത അത് പരിഹരിക്കാൻ വേണ്ടി, തിരുത്തിക്കാൻ വേണ്ടി അവരെ നേതൃത്വത്തെ വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു, തിരുത്തിയില്ല.
അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവന് ഈ മഹമ്മൂദ് കൂരിയക്ക് 2024 അവാർഡ് കിട്ടിയപ്പോൾ സാക്ഷാൽ ബഹാവുദ്ദീൻ നദ്വി കൂരിയാടും അതിനെ പ്രശംസിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. അതടക്കം വിമർശിച്ച ആളുകളെ പോലും അസൂയാലുക്കളുടെ ജൽപ്പനമാണ്, ഇതൊക്കെ സാധാരണഗതിയിലുള്ള ചെറിയ ചോട്ടാ പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ ഇതൊന്നും പർവ്വതീകരിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ കടക്കൽ തന്നെ കത്തിവെച്ചിട്ട് ഇസ്ലാം എന്ന് പറയുന്നത് പുരുഷ കേന്ദ്രീകൃതമാണ്, അത് പലതും ശരീഅത്തിന്റെ നിയമങ്ങൾ കാലാനുസൃതം മാറ്റണം എന്നൊക്കെ പറയുന്ന ഒരുത്തനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുക, അതിനെ വിമർശിക്കുന്ന ആളുകളെ അസൂയാലുക്കളായി ചിത്രീകരിക്കുക, അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കുക. അപ്പോൾ ഇയാൾക്ക് ദീനുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഈ ബഹാവുദ്ദീൻ നദ്വി കൂരിയാടിന് ദീനുമായിട്ട് എന്ത് ബന്ധമുള്ളത് നിങ്ങൾ പറ. അപ്പോൾ അയാൾക്കും ദാറുൽ ഹുദയുടെ മാനേജ്മെന്റിനും ഇത് മുമ്പേ തന്നെ അറിയാമെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത്തരം ദാറുൽ ഹുദക്ക് ഇനി 10 പൈസ കൊടുക്കുന്നവൻ ചിന്തിക്കുക, ദീന് പൊളിക്കാൻ വേണ്ടിയുള്ള ഇത്തരം സംരംഭങ്ങൾക്കാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കട്ടെ. കാരണം പുരുഷ കേന്ദ്രീകൃത ഇസ്ലാമാണ് എന്ന് പറയുന്ന ഹുദവികളെ താങ്ങുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുന്ന ഇത്തരം ദാറുൽ ഹുദ സംവിധാനങ്ങൾക്ക്, വഹാബിസത്തിന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന, മൗദൂദിസത്തിന് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഇത്തരം ദാറുൽ ഹുദ മാനേജ്മെന്റിന് നിങ്ങളുടെ വിലപ്പെട്ട സഹായങ്ങൾ, ദീനി സഹായങ്ങൾ ചെയ്തിട്ട് ഈ പറയുന്ന ചേകനൂരികളും ഈ പറയുന്ന ഖാദിയാനികളും ആക്കി സ്വന്തം മക്കളെയും വേണ്ടപ്പെട്ടവരെയും ആക്കി മാറ്റണോ വേണ്ടിയോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ ഒരു സംഭവം.